ഭാര്യയും ഭർത്താവും മക്കളുമായി സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബം. അവരുടെ ജീവിതത്തിൽ കല്ലുകടിയായി ഒരു യുവതിയുടെ കടന്നുവരവ്. ഭർത്താവ് ജിനുവിൻ്റെ അവിഹിത ബന്ധമറിഞ്ഞതോടെ രേവതി മക്കളെയും കൂട്ടി വീട് വിട്ടിറങ്ങുന്നു. അതിനിടെ കാമുകിയും തന്നെ കൈവിട്ടതോടെ ജിനുവിൻ്റെ മനോനില തെറ്റി. കൊല്ലം അഞ്ചാലമ്മൂട്ടിൽ ഭാര്യയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ കാമുകിയെയും വകവരുത്താനാണ് യുവാവ് പദ്ധതിയിട്ടത്. ഒടുവിൽ ഭാര്യ രേവതി കൊലക്കത്തിക്ക് ഇരയായെങ്കിലും കാമുകിയെ കൊല്ലാനുള്ള നീക്കം പാളി. ഭാര്യയ്ക്കും കാമുകിക്കും മറ്റു ബന്ധങ്ങളുണ്ടെന്ന സംശയങ്ങളും അയാളെ അലട്ടിയിരുന്നു. കൊല്ലം കല്ലുവാതക്കൽ സ്വദേശി ജിനുവിന്റെ ക്രൂരമർദ്ദനത്തെ തുടർന്നാണ് ഭാര്യ രേവതി മക്കളെയും കൂട്ടി മാറി താമസിച്ചു വന്നിരുന്നത്. ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു. എങ്കിലും ജിനു മറ്റൊരു സ്ത്രീയുമായി അടുപ്പത്തിലായത് ഭാര്യ അറിഞ്ഞതോടെയായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. ജിനുവിന്റെ കാമുകി അപ്രതീക്ഷിതമായി വിദേശത്ത് പോകാൻ തീരുമാനിച്ചതും ഇത് ജിനു എതിർത്തതും ഇരുവരും തമ്മിൽ തെറ്റാൻ കാരണമായി. ഭാര്യ പിണങ്ങിപ്പോയതിന് പിന്നാലെ കാമുകി കൂടി പോകാനൊരുങ്ങിയതോടെ സമ്മതിദായക ജിനു ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നതായും പോലീസ് പറയുന്നു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇയാൾ ഭാര്യയെയും മക്കളെയും കാണണമെന്ന് വാശി പിടിക്കുകയും ഒടുവിൽ അവർ എത്തുകയും ചെയ്തു. ആശുപത്രിയിൽ കിടന്ന ജിനുവിന്റെ നെഞ്ചിൽ കാമുകിയുടെ പേര് പച്ച കുത്തിയിരുന്നു. ഇത് കാണാനിടയായതോടെ രേവതി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് മക്കളെയും കൊണ്ടിറങ്ങിപ്പോയി. ഇതോടെ ജിനുവിന് ഭാര്യയോട് കൂടുതൽ വൈരാഗ്യമായി. കാമുകിക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന സംശയവും പ്രശ്നം രൂക്ഷമാക്കി. രണ്ടു സ്ത്രീകളെയും തന്നെ പറ്റിക്കുകയാണെന്നും ഭാര്യയെയും കാമുകയെയും തട്ടുമെന്നും ഇയാൾ ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നുവെന്ന് സഹപ്രവർത്തകർ പറയുന്നു. എന്നാൽ ഇതാരും കാര്യമായി എടുത്തിരുന്നില്ല. ജൂലൈ 31 രാത്രിയിൽ രേവതി ജോലി ചെയ്തിരുന്ന അഞ്ചാലുമൂട്ടിലെ വീട്ടിലെത്തിയാണ് കൊല നടത്തിയത്. 6 തവണയാണ് രേവതിക്ക് കുത്തേറ്റത്. ഭാര്യയെ കൊന്നതിന് ശേഷം കാമുകയെ കൂടി കൊല്ലാനായിരുന്നു ജിനുവിന്റെ തീരുമാനം. ജിനു താൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ ഉടമയെ വിളിച്ച് കൊലപാതക വിവരം പറയുകയും കാമുകയെ കൊലപ്പെടുത്താനായി പോവുകയാണെന്ന് പറയുകയും ചെയ്തു. ഇദ്ദേഹം ഉടൻ പോലീസിൽ വിവരം അറിയിച്ചതോടെയാണ് ജിനു പിടിയിലായത്. സ്ഥാപന ഉടമ സഞ്ജയ് പണിക്കരുടെ ഇടപെടലുണ്ടായിരുന്നില്ലെങ്കിൽ കാമുകയെ കൂടി ജിനു അന്ന് തന്നെ കൊലപ്പെടുത്തുമായിരുന്നുവെന്ന് ശൂരനാട് പോലീസ് പറയുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. അമ്മമാരുടെ